രാഷ്ട്രീയ നാടകങ്ങളുടെയും അന്തർ നാടകങ്ങളുടെയും വലിയ ഒരു തിരശ്ശീലയാണ് തമിഴ്നാട്ടിൽ ഉയർന്നു നിന്നത്. തിരശ്ശീല താഴേക്ക് വീണിട്ടില്ല. അങ്കത്തട്ടിൽ ചേകവർ പലരാണ്. ഇതിൽ സ്വാഭാവിക ഒരു ചോയ്സായി തമിഴ് ജനത ഭൂരിപക്ഷം നൽകിയില്ല എങ്കിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഒരു അധികാരത്തോട് ചേർത്ത് നിർത്തിയത് പുതിയ പ്ലെയറായ TVK എന്ന പാർട്ടിയാണ്. വിജയ് എന്ന സൂപ്പർ നായകനെയാണ്. പക്ഷെ അത് കൃത്യം നമ്പറില്ല. അപ്പോൾ ഗവർണറുടെ ചുമതല എന്താണ്? ഒരു സംസ്ഥാനത്ത് സുഗമമായ ഭരണം നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള കേന്ദ്രത്തിൻ്റെ ഏജൻ്റാണ് സംസ്ഥാന ഗവർണർ. ഇപ്പോൾ കേരളത്തിൻ്റെ ഗവർണറായ രാജേന്ദ്ര ആർലേക്കർ തന്നെ തമിഴ്നാടിൻ്റെയും ഗവർണറായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഗവർണർമാരുടെ മുമ്പിൽ ഒരുപാട് കീഴ്വഴക്കങ്ങളുണ്ട്. ചിലപ്പോഴൊക്കെ കൃത്യമായ നമ്പർ ഉണ്ടാവണം എന്ന പിന്തുണ കത്ത് ഹാജരാക്കിയെങ്കിൽ മാത്രമേ ഒരു മുന്നണി സംവിധാനത്തിൽ ഗവർണർക്ക് ഒരു മുഖ്യമന്ത്രി വിളിക്കാനാവൂ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതേസമയത്ത് ഇതൊന്നുമില്ലാതെ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയുടെ നേതാവിനെ മന്ത്രിസഭ രൂപീകരിക്കാൻ വിളിച്ച ഒരുപാട് കീഴ്വഴക്കങ്ങളുമുണ്ട്. ഇത് രണ്ടും ഒരേപോലെ തന്നെ പരിഗണിക്കേണ്ടതാണ്. ഇവിടെ വിജയ് ചെയ്ത അബദ്ധം എന്ന് പറഞ്ഞാൽ 108 സീറ്റുകളാണ് വിജയിൻ്റെ പാർട്ടിക്കുള്ളത്. 107 കൂട്ടിയാൽ മതി. വിജയ് എന്ന സ്ഥാനാർത്ഥി രണ്ടിടത്ത് ജയിച്ചു വന്നതുകൊണ്ട് ഭരണത്തിലെത്താൻ വേണ്ട 118 സീറ്റാണ്. 234 അംഗ നിയമസഭയിൽ 118 സീറ്റുകൾ വേണം. അപ്പോൾ ഒരു 11 സീറ്റിൻ്റെ കുറവുണ്ട്. 5 സീറ്റിൻ്റെ ഒരു കണ്ടിൻജൻറ്റ് കോൺഗ്രസ് പാർട്ടിയുടെ രൂപത്തിൽ ഓൾറെഡി തന്നെ വിജയന് പിന്തുണ അറിയിച്ചതാണ്. അപ്പോൾ അതുമായിട്ടാണ് വിജയ് മന്ത്രിസഭ രൂപീകരിക്കാൻ ക്ലെയിമുമായി പോകുന്നത്. വേണമെങ്കിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ 108 അല്ലെങ്കിൽ 107 പേരുടെ പിന്തുണയുമായി മാത്രം പോയാൽ മതി. പിന്നീട് ആവശ്യത്തിന് ഭൂരിപക്ഷം തെളിയിച്ചാൽ മതി. എന്തിന് 107 അധികം 5 112 പിന്തുണയുമായി പോയി എന്നതാണ് ഒരു സാങ്കേതിക വിഷയം. അങ്ങനെയെങ്കിൽ മറ്റു പിന്തുണ കത്തുകളും കൂടെ വേണ്ടി വരും. അപ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ വിളിക്കാനാവില്ല. കാരണം ഇപ്പോൾ ഒരു മുന്നണി പോലെയാണ്. കോൺഗ്രസും TVKയും ചേർന്ന മുന്നണി പോലെയാണ്. അതുകൊണ്ടാണ് രാജേന്ദ്ര ആർലേക്കർക്ക് അത് പറയേണ്ടി വന്നത്. നിങ്ങൾ പോയി പൂർണ്ണ കത്തുമായി വരൂ. പിന്നെ നടന്നത് മുഴുവൻ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ തമിഴകത്ത് നടന്നത് മുഴുവൻ ഹൈ വോൾട്ടേജ് പൊളിറ്റിക്കൽ ഡ്രാമയാണ്. അവിടെ CPMൻ്റെയും CPIയുടെയും പിന്തുണ കത്തുകൾ കഷ്ടപ്പെട്ട് നേടിയെടുത്തു. അവരുടെ കണ്ടീഷൻ എന്താണ്? വിജയ് ഒരു കാരണവശാലും BJPയുമായി സന്ധി ചെയ്ത് മുന്നോട്ട് പോവരുത് എന്നതാണ്. ഓൾറെഡി BJP മുന്നണിയിലില്ല. അത് മാത്രമല്ല BJPക്ക് ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ. അർത്ഥം നിർണായകമാകണമെന്നുമില്ല. അതുകൊണ്ട് ആ വിഷയം ഉദിക്കുന്നില്ല. അപ്പോൾ വീണ്ടും എണ്ണം 212 അധികം 4 216. 216മായി വിജയ് എത്തുന്നു. അപ്പോഴും ഗവർണർ പറയുന്നു, ഇല്ല മകനെ, സമയമായിട്ടില്ല, 218 കൊണ്ടുവരൂ. പിന്നെയുള്ള ഓപ്ഷൻ മുസ്ലിം ലീഗ് 2 സീറ്റുണ്ട്. VCK വിടുതല് ചിരുതൈകൾ കക്ഷി, അങ്ങനെ 2 സീറ്റുള്ള ഈ 2 പാർട്ടികൾ, അങ്ങനെ 4 സീറ്റ്. അപ്പോൾ ലഭിക്കാവുന്നത് 220 സീറ്റാണ്. 218 മുസ്ലിം ലീഗിൻ്റെ എങ്കിലും ഉണ്ടായെങ്കിൽ സാധിക്കും. മുസ്ലിം ലീഗ് എന്താണ് പറയുന്നത്? തങ്ങൾ പിന്തുണക്കത്തൊന്നും തരുന്നില്ല, ഗവർണർക്ക് അതൊന്നും ഹാജരാക്കേണ്ട, പക്ഷേ നിയമസഭയിൽ ശക്തി തെളിയിക്കേണ്ടി വരുമ്പോൾ തങ്ങൾ വിജയ് പാർട്ടിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു കൊള്ളാം. ഇത് ഗവർണർക്ക് വിശ്വാസയോഗ്യമായ ഒരു കാര്യമൊന്നും ആകണമെന്നില്ല. അപ്പോൾ അതൊരു സാങ്കേതിക വിഷയമായി മാറുന്നു. അതുപോലെ VCKയുടെ പിന്തുണയായിരുന്നു ഏറ്റവും പ്രധാനം. VCK പിന്തുണയ്ക്കുമെന്ന് വാക്കാൽ പറഞ്ഞു. പക്ഷേ VCKയുടെ നേതാവ് തിരുമാവളവൻ മറ്റേ DMKയുടെയും ADMKയുടെയും നേതാക്കളോടൊപ്പം വലിയ ചങ്ങാത്തം പുലർത്തുന്ന ചിത്രങ്ങളൊക്കെ, കഴിഞ്ഞ ദിവസത്തെ ചിത്രങ്ങളൊക്കെ മാധ്യമങ്ങളിൽ വന്നപ്പോൾ മനസ്സിലായി VCK ഹാസ് അതർ ഓപ്ഷൻ. ഒരുപക്ഷെ DMKയും AIADMKയും ചേർന്ന ഒരു മുന്നണി, അതിൽ VCKയും പങ്കാളികളായാൽ അവർക്ക് ഭൂരിപക്ഷം തട്ടിക്കൂട്ടിയെടുക്കാനൊക്കെ, പ്രത്യേകിച്ച് ഒറ്റ അംഗം മാത്രമുള്ള ഈ ശശികലയോടൊക്കെ ചേർന്ന് നിൽക്കുന്ന പാർട്ടിയാണ് TTV ദിനകരൻ്റെ പാർട്ടി, അമ്മ മക്കൾ മുന്നേറ്റ കഴകം. ആ പാർട്ടിയുടെ ഒരു MLA. അതുകൊണ്ട് TTV ദിനകരൻ പറയുകയാണ്, ഗവർണറോട് പറഞ്ഞിരിക്കുകയാണ്, DMK അധികാരം ഏറ്റെടുക്കാൻ പളനിസ്വാമിയെ EPS അധികാരത്തിൽ വരട്ടെ, DMK പുറത്തുനിന്ന് പിന്തുണയ്ക്കും, തങ്ങൾ പിന്തുണയ്ക്കാൻ തയ്യാറാണ് ഒരംഗം. പിന്നെ സ്വാഭാവികമായി മറ്റാരെങ്കിലുമൊക്കെ കൂടെ പിന്തുണയ്ക്ക് വരും. അവർക്കും സാങ്കേതികമായി പറഞ്ഞാൽ അങ്ങനെ ഒരു ഫോർമേഷനും വേണമെങ്കിൽ എണ്ണം തികയ്ക്കാം. ഇപ്പോൾ DMKയും ADMKയും ഒന്നിച്ച് നിൽക്കുന്നു. ADMK ഭരിക്കുമ്പോൾ DMK മന്ത്രിസഭയിൽ ചേരില്ല, പുറമേ നിന്നുകൊണ്ട് പിന്തുണ കൊടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ അവരുടെ എല്ലാം ലോജിക്ക് എന്താണ്? വിജയ് മുഖ്യമന്ത്രിയായി ഒരിക്കൽ നിയമിതനായി കഴിഞ്ഞാൽ
കേജ്രിവാളിന് സംഭവിച്ചതുപോലെ സംഭവിക്കും. എന്താണ്, ഒരിക്കൽ ന്യൂനപക്ഷ സർക്കാരിൽ വന്നു, പലരും പിന്തുണ കൊടുത്തു, കോൺഗ്രസ് പിന്തുണ കൊടുത്ത് അധികാരത്തിൽ വന്നു. പിന്നീട് ഇതൊരു ബാധ്യതയായി കണ്ടുകൊണ്ട് നിയമസഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്തി. വൻ ഭൂരിപക്ഷത്തിലാണ് ഡൽഹിയിൽ 70 അംഗ ഡൽഹി നിയമസഭയിൽ 63 സീറ്റുമായിട്ടാണ് വീണ്ടും അധികാരത്തിൽ വന്നത്. അടുത്ത പ്രാവശ്യവും സമാനമായ നമ്പർ സീറ്റുമായി അധികാരത്തിലെത്തി, അധികാരം അങ്ങോട്ട് ഉറപ്പിച്ചു. പിന്നീട് ഒരു 10-15 വർഷം കേജ്രിവാൾ യുഗമായി മാറുകയാണ്. പിന്നീട് വലിയ മാറ്റമാണ് BJP തിരിച്ചു വന്നപ്പോൾ ഉണ്ടായത്. അതുകൊണ്ട് വിജയിനെ ഇനി ഒരു 15 വർഷത്തേക്ക് പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ സഹിച്ച് ക്ഷമിച്ച് ദ്രാവിഡ കക്ഷികൾ ഒരുമിച്ച് നിൽക്കണമെന്ന ചിന്ത DMKയ്ക്കും ADMKയ്ക്കും ഉണ്ട്. അത് പ്രഥമദൃഷ്ട്യ ആത്മഹത്യാപരമായിരിക്കും. ഇത്രയും കാലം മുഖാമുഖം നിന്ന, കടിച്ചു കീറാൻ നിന്ന ജയലളിതയുടെയും കരുണാനിധിയുടെയും പാർട്ടികൾ ഒരുമിച്ച് വരുന്ന പിന്മുറക്കാർ ഒരുമിക്കുന്നത് എങ്ങനെ? ഇതൊക്കെ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇപ്പോഴും സംഭവം കൃത്യമായിട്ടില്ല. പക്ഷേ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കൃത്യമായ ചിത്രം വരുമെന്നും ഏതാണ്ട് ഉറപ്പാണ്. വിജയ് മുഖ്യമന്ത്രി പദത്തിൽ എത്തുമെന്നത് ഏതാണ്ട് ഉറപ്പാണ്. കാരണം മറുപക്ഷത്ത് 118 എണ്ണം ഒപ്പിച്ചെടുക്കുക എന്നത് വിജയ് പാർട്ടിയെ പിളർത്താതെ സാധിക്കില്ല. അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം 107 അംഗ നിയമസഭാ കക്ഷിയെ പിളർത്തണമെങ്കിൽ വലിയ എഫേർട്ട് വേണ്ടി വരും. അത് സാധിക്കുമെന്ന് ഇപ്പോൾ കരുതാനാവില്ല. അത് മാത്രമല്ല, വിജയ് ഒരു വലിയ ഭീഷണിയും ഒരു പൊളിറ്റിക്കൽ ബ്ലാക്ക്മെയിലിംഗാണ് നടത്തിയിരിക്കുന്നു. ഏതെങ്കിലും കാരണവശാൽ DMKയും AIADMKയും ഒരുമിച്ച് നിന്നാൽ, ഭരണത്തിന് വേണ്ടി അവസരവാദപരമായ കൂട്ടുകെട്ടുമായി ഒന്നിച്ചു നിന്നാൽ, തൻ്റെ പാർട്ടി സാമാജികർ 107 പേരും ഒന്നടങ്കം രാജിവെക്കും. വലിയൊരു രീതിയിലൊരു കലാമിറ്റിയിലേക്ക് പോകും. ഒരുപക്ഷേ ഗവർണർ രാജേന്ദ്ര അർലക്കർക്ക് മറ്റൊരു ചിന്തയാകാം. ഒരുപക്ഷെ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത, ആർക്കും 118 എന്ന മാജിക് നമ്പർ തട്ടിക്കൂട്ടിയെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ തൽക്കാലത്തേക്ക് അവിടെ നിൽക്കട്ടെ. ഒരു 6 മാസത്തേക്ക് സഭ മരവിപ്പിച്ച് നിർത്തട്ടെ. എന്നിട്ട് പിന്നെ ആലോചിക്കാം. അത് വീണ്ടും പൊതുതെരഞ്ഞെടുപ്പിലേക്ക് പോകും, അറിയില്ല. അങ്ങനെയൊന്നും സാധ്യത ഉണ്ടാവാൻ സാധ്യതയേ ഇല്ല എന്നാണ് എൻ്റെ നിഗമനം. ഇപ്പോൾ വിജയിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന കാര്യത്തിൽ ഉറപ്പാണ്. വിജയ് മുഖ്യമന്ത്രി ആകും, ഇതിനു മുൻപ് തന്നെ എല്ലാം റെഡിയാകും എന്ന ചിന്തയായിരുന്നു. ഇനി ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തമിഴ്നാടിൻ്റെ ഒരു മനസ്സ് എങ്ങനെയാണ് പോയത്? DMK അത്രയധികം ജനങ്ങളെ വെറുപ്പിച്ചത് കൊണ്ടാണോ DMKയുടെ പരാജയം? അതോ ഒരു പുതിയ താരോദയം വന്നപ്പോൾ സ്വാഭാവികമായി ഉണ്ടായ ഒരു തിരിച്ചടിയാണോ? AIADMKയ്ക്ക് ഇത്രയധികം നമ്പർ ലഭിച്ചത്, 47 സീറ്റുകൾ AIADMKയ്ക്ക് ലഭിച്ചു. അപ്പോൾ ശക്തമായ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ പ്രവർത്തിച്ചത് AIADMK ആണ്. പക്ഷേ അത്രയും സീറ്റുകൾ, അപ്പം മറ്റൊരു പ്രതിപക്ഷം വിജയൻ്റെ പാർട്ടിയാണ്. അപ്പോൾ വിജയൻ്റെ പാർട്ടിയാണ് യഥാർത്ഥ പ്രതിപക്ഷമായി അംഗീകരിച്ച് ജനങ്ങൾ ഭരണത്തിൽ എത്തിച്ചത്. അങ്ങനെയെങ്കിൽ തമിഴ്നാട് മാറി ചിന്തിക്കേണ്ട സമയമായോ? ആയി എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ സംഭവിച്ച പൊട്ടിത്തെറിയുടെ ഒരു സൂചന. നോക്കുമ്പോൾ തമിഴ്നാട് രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞിരിക്കുന്നു. ഇന്ത്യ മുന്നണി കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നു. തമിഴ്നാട്ടിലെങ്കിലും DMK ഇന്ത്യ മുന്നണി തുടങ്ങിയ സമയം മുതൽ DMK മുന്നണിയുടെ ഘടകകക്ഷിയാണ്. എക്കാലത്തും കോൺഗ്രസിനോടൊപ്പം, രാഹുൽ ഗാന്ധിയോടൊപ്പം പോരാട്ടങ്ങളിൽ ഉറച്ചു നിന്ന ദ്രാവിഡ മുന്നേറ്റ ഘടകം കരുണാനിധിയുടെ, സ്റ്റാലിൻ്റെ പാർട്ടി ഔപചാരികമായി സ്പീക്കർക്ക് കത്ത് കൊടുത്തിരിക്കുകയാണ്. ലോക്സഭയിൽ തങ്ങളെ വേറൊരു ബ്ലോക്കായി അംഗീകരിക്കണം, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി തങ്ങൾക്ക് സീറ്റുകൾ വേണ്ട, ഇരിപ്പിടങ്ങൾ പുനഃക്രമീകരിക്കണം, ലോക്സഭയിലെ ഇരിപ്പ് തന്നെ പുനഃക്രമീകരിക്കുകയാണ്. നോക്കൂ, അടുത്ത കാലത്ത് വരെ നടന്ന നിയമസഭാ ഭേദഗതി, 1/3 സംവരണം വനിതകൾക്ക്, അതുമായി ബന്ധപ്പെട്ട ഭേദഗതി, ഡീലിമിറ്റേഷന് കാരണമാക്കാവുന്ന ഭേദഗതി എതിർത്ത് തോൽപ്പിക്കാൻ കോൺഗ്രസിനോടൊപ്പം ഇന്ത്യ മുന്നണിയിൽ അടിയുറച്ച് നിന്ന കക്ഷിയാണ് DMK എന്നോർക്കണം. ഏറെ MP-മാരുള്ള കക്ഷിയാണ്. ആ കക്ഷി ഔപചാരികമായി ഇന്ത്യ മുന്നണി വിട്ടിരിക്കുന്നു. തൃണമൂൽ പുറത്തുപോയി, ആം ആദ്മി പാർട്ടി പുറത്തുപോയി, DMK കൂടെ പുറത്തുപോയി. പിന്നെ ആരാ ബാക്കിയുള്ളത്? സമാജ്വാദി പാർട്ടി. അവർക്ക് കോൺഗ്രസിൻ്റെ പിന്തുണയൊന്നും ഇല്ലെങ്കിലും ഉത്തർപ്രദേശിൽ കുറേയൊക്കെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഡിമൈസാണോ? തമിഴ്നാട്ടിൽ കോൺഗ്രസ് വൻ വിശ്വാസ വഞ്ചന കാട്ടി എന്നാണ് DMKയുടെ പരിഭവം. സ്വല്പം നേരമൊക്കെ ഇല്ലേ അതിനകത്ത്? ഇത്രയും കാലം DMKയോടൊപ്പം ചേർന്ന് നിന്ന് സീറ്റുകളൊക്കെ നേടിയെടുത്ത്, കോൺഗ്രസിൻ്റെ ബലം കൊണ്ടല്ലല്ലോ, DMKയുടെ കൂടെ ശക്തി കൊണ്ടല്ലേ നേടിയെടുത്തതിന് ശേഷം ഒരവസരം വന്നപ്പോൾ വിജയിൻ്റെ പാർട്ടിയോടൊപ്പം ഭരണത്തിലേറാനായി മാറി നിന്നു. അപ്പോൾ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന ഒരു തരം അവസരവാദപരമായ നിലപാട് തമിഴ്നാട്ടിലെ കോൺഗ്രസ് എടുക്കുകയും അതിന് കേന്ദ്രത്തിൻ്റെ
അനുഗ്രഹാശംസകൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ക്രെഡിബിലിറ്റി, തമിഴ്നാട്ടിലെങ്കിലും കോൺഗ്രസിൻ്റെ ഇന്ത്യ മുന്നണിയുടെ ക്രെഡിബിലിറ്റി, അപ്പോൾ കോൺഗ്രസിന് ഒരുപക്ഷെ ഇന്ത്യ മുന്നണി എന്ന വിശാലമായ ചിന്ത വെക്കാമായിരുന്നു. ഒരുപക്ഷെ പരാജയമാണ്, അംഗീകരിക്കുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിലെ 5 MLA-മാർക്ക് മന്ത്രിസ്ഥാനത്തെത്താനുള്ള, അതിൽ ആർക്കെങ്കിലുമൊക്കെ മന്ത്രിസ്ഥാനത്തെത്താനുള്ള ഒരു വഴി എന്ന നിലയിൽ, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഭരണം കൂടി ഇപ്പോൾ കോൺഗ്രസും കൂടെ ചേർന്ന് നേടിയത് എന്താ കാര്യം? വിജയ് ഭരിക്കട്ടെ, വിജയിനോട് ചേർന്ന് നിന്നാൽ മതിയല്ലോ. ഒരു നിർണായകമായ കാര്യത്തിൽ BJP അനുകൂലമായി വിജയ് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ മതിയല്ലോ. അതാണല്ലോ കോൺഗ്രസിന് ചെയ്യാവുന്നത്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ തന്ത്രജ്ഞന്മാർക്ക് പിഴയ്ക്കുന്നുവോ എന്നൊരു തോന്നൽ. പക്ഷേ മാൻഡേറ്റ് വേണമെങ്കിൽ പറയാം, ഇനി മറുവശത്തും ചിന്തിക്കാം. മാൻഡേറ്റിനെ അംഗീകരിക്കുന്നു, വിജയന് അനുകൂലമായി ലഭിച്ച മാൻഡേറ്റാണ്, DMKയ്ക്ക് അനുകൂലമായി ലഭിച്ച മാൻഡേറ്റ് അല്ല. ഈ സ്റ്റാലിൻ ഉൾപ്പെടെ കുളത്തൂർ മണ്ഡലത്തിൽ പരാജയപ്പെട്ടപ്പോൾ ജനവിധി ഞങ്ങൾ അംഗീകരിക്കുന്നു. അപ്പോൾ വിജയോടൊപ്പം ചേർന്ന് നിൽക്കുന്നു, വിജയിയോടൊപ്പം തങ്ങൾ ചേർന്ന് നിൽക്കുന്നു, അത് ജനവിധി അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു താൽക്കാലിക നേട്ടമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി ആരെയും തമിഴ്നാട്ടിൽ വിശ്വസിക്കില്ല. രാഷ്ട്രീയ സദാചാരത്തിന് പണ്ടേ പെരുകേട്ട നാടൊന്നുമല്ല തമിഴ്നാട്. പക്ഷേ കൂടുതൽ മലീമസമാവുകയാണ്. ഒരു സദാചാരത്തിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടെങ്കിൽ അതൊന്നുമില്ല എന്നും അധികാര രാഷ്ട്രീയം തന്നെയാണ് പ്രധാനമെന്നും പറയപ്പെടുന്നു. വിജയിന് ഇനി അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ കഴിയുമോ? ആ പ്രതീക്ഷയൊന്നും പൊതുവേ ഇല്ല. ഒരു ഭരണം കൊടുക്കാതെ പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ ജാതകം എഴുതേണ്ട ആവശ്യമുണ്ടോ? പ്രസവം നടക്കട്ടെ, അല്ലെ വിജയ് മുഖ്യമന്ത്രി ആവട്ടെ, എന്നിട്ടല്ലേ വിലയിരുത്താനാവൂ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് സംഘടനാ സംവിധാനമില്ലാതെ, ഒരു ഐഡിയോളജി പ്രോപ്പറായിട്ടില്ലാതെ എങ്ങനെ വിജയിന് മുന്നോട്ട് പോകാനൊക്കും? അതും കൃത്യമായ ഭൂരിപക്ഷം പോലും ഇല്ലാതെ മുന്നോട്ട് പോകാനൊക്കും എന്ന ചിന്തയുണ്ട്. DMKയും ADMKയും ഒക്കെ വിചാരിക്കുന്നത് വിജയ് അങ്ങനെ ഇരിക്കട്ടെ, 6 മാസം ഇരിക്കട്ടെ. അതുകൊണ്ടാണ് DMK പറഞ്ഞത് 6 മാസത്തേക്ക് തങ്ങൾ വി വിൽ വെയിറ്റ് ആൻഡ് വാച്ച്. അതുകൊണ്ട് ഒരു സഹതാപം വിജയിന് കിട്ടാത്ത രീതിയിൽ തങ്ങളായി ഇടപെട്ട് വിജയിൻ്റെ മുഖ്യമന്ത്രി മോഹം തല്ലിക്കൊഴിച്ചു. അതുകൊണ്ട് വില്ലന്മാരായി DMKയോ ADMKയോ കാണാത്ത രീതിയിൽ തന്ത്രപരമായി നിന്ന് കളിക്കുകയാണ് ADMKയും DMKയും. അതാണ് പറയുന്നത്, വളരെ സങ്കീർണമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് തമിഴക രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകും. അത് വിജയ് ആകാൻ തന്നെയാണ് സാധ്യത. പക്ഷേ മുന്നോട്ടുള്ള പോക്ക് എത്രത്തോളം സുഗമമാകും എന്നത് വിജയിൻ്റെ പൊളിറ്റിക്കൽ അക്യൂമൻ, രാഷ്ട്രീയമായ ഒരു മെയ്വഴക്കം അനുസരിച്ചിരിക്കും. സിനിമയിലുള്ള മെയ്വഴക്കമല്ല രാഷ്ട്രീയത്തിൽ വേണ്ടത് എന്ന ഓർമ്മിപ്പിക്കലോടെ അവസാനിപ്പിക്കട്ടെ.